ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജയിലുകൾ രാസലഹരിയുടെ കേന്ദ്രങ്ങളായി മാറുന്നതിനെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സുരക്ഷ ശക്തിപ്പെടുത്താൻ ജയിലുകളിൽ AI ഡ്രോൺ നിരീക്ഷണം ഏർപ്പെടുത്തുമെന്നും ആഭ്യന്തരമന്ത്രി. ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തതിൽ അസാധാരണമില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സസ്പെൻഷൻ DGPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെന്നും വിശദീകരണം. ചൂണ്ടലിൽ സെൻസസ് എടുക്കാനെന്ന വ്യാജേന വീട്ടിലെത്തിയ യുവാവ് വയോധികയെ ആക്രമിച്ച് മാല കവർന്നു. ചൂണ്ടൽ സ്വദേശിനി തങ്കമണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തല ഭിത്തിയിലിടിപ്പിച്ചാണ് പരിക്കേൽപ്പിച്ചത്. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ വിദ്യാർത്ഥി ക്ഷേത്രക്കുളത്തിൽ മുങ്ങി മരിച്ചു. എറിയാട് സ്വദേശി അഷ്ഫാനാണ് മരിച്ചത്. അപകടം സുഹൃത്തുക്കൾക്കൊപ്പം കുളത്തിൽ കുളിക്കുന്നതിനിടെ. ചൂണ്ടലിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ ട്യൂഷൻ അധ്യാപകൻ അറസ്റ്റിൽ. ചൂണ്ടൽ സ്വദേശി നൌഷാദിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ മന്ദിരം പുതുക്കി നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ ജോലികൾ അന്തിമഘട്ടത്തിൽ. മുഖ്യ കവാടവും അനുബന്ധ കെട്ടിടങ്ങളും ഉടൻ പൊളിക്കും. വാർത്തകൾ വിശദമായി. ജയിലുകൾ രാസലഹരിയുടെ കേന്ദ്രങ്ങളായി മാറുന്നതിനെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തടവുകാരും ജയിൽ ജീവനക്കാരും ചേർന്നുള്ള രാസലഹരി കൈമാറ്റവും ഉപയോഗവും നിരീക്ഷിക്കാൻ കൂടുതൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്നും ചെന്നിത്തല പറഞ്ഞു. കേരള ജയിൽ സബോർഡിനേറ്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ 20ാം സംസ്ഥാന സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തടവ് പുള്ളികളിൽ മാനസിക പരിവർത്തനമുണ്ടാക്കുന്ന രീതിയിലുള്ള സമീപനമാണ് അവരോട് ഉണ്ടാകേണ്ടത്. ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്തു പോയതിൻ്റെ പേരിൽ ജയിലുകളിൽ കഴിയുന്നവർക്ക് അവകാശമില്ലെന്ന നിലപാട് നാം സ്വീകരിക്കരുത്. മനുഷ്യാവകാശങ്ങളെ ബഹുമാനിക്കണം. തമിഴ്നാട്ടിൽ വിജയ് സർക്കാർ ചെയ്തതുപോലെ ഇവിടെ ജയിൽ തടവുകാരുടെ ഭക്ഷണക്രമം വെട്ടിക്കുറയ്ക്കുകയില്ല. തിരുവനന്തപുരത്ത് നെട്ടുകാൽ തേരിയിൽ ആധുനിക സൗകര്യങ്ങളോടെ പുതിയ സെൻട്രൽ ജയിൽ സ്ഥാപിക്കും. ജയിൽ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. KJSOA സംസ്ഥാന പ്രസിഡന്റ് CP റിനേഷ് അധ്യക്ഷത വഹിച്ചു. രാജൻ ജെ പല്ലൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, സംഘാടക സമിതി ജനറൽ കൺവീനർ അനീഷ് K. ഏലിയാസ്, ജയിൽ DGP S. ശ്രീജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. അങ്ങനെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഇവരുമായി ചേർന്ന് വ്യക്തിപരമായി ചേർന്ന് ഈ പ്രവർത്തനം നടത്തിയാൽ അത് കർശന നടപടികൾ വേണ്ടിവരും. അത് നിരീക്ഷിക്കാൻ പ്രത്യേക സംവിധാനങ്ങൾ ഞങ്ങൾ ഏർപ്പെടുത്തും. ഞാൻ ഞങ്ങളോടെയാണ് ജയിലിലാണ് ഏറ്റവും കൂടുതൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ള വാർത്ത ശരിയാണ്. അത് അവസാനിപ്പിക്കണം. നിങ്ങൾ മുൻകൈ എടുക്കണം. അത് ചെയ്യുന്ന ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ള നടപടി ഉണ്ടാകും. ജയിൽ സുരക്ഷയ്ക്ക് ഇനി AI ഡ്രോൺ സംവിധാനവും. സംസ്ഥാനത്ത് ആദ്യമായി AI ഡ്രോൺ സംവിധാനം വിയൂർ ജയിലിൽ നടപ്പാക്കുന്നു. സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി ജയിൽ വകുപ്പിൽ ആദ്യമായാണ് AI ഡ്രോൺ നിരീക്ഷണം ഏർപ്പെടുത്തുന്നത്. ജയിൽ ചാട്ട ശ്രമങ്ങൾ, ജയിൽ പരിസരത്തേക്ക് നിരോധിത വസ്തുക്കൾ കടത്താനുള്ള ശ്രമം, സംഘം ചേരൽ, മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവ AI ഡ്രോൺ വഴി തിരിച്ചറിയാനാകും. തെർമൽ ഇമേജ് സംവിധാനവും രാത്രിയിൽ ദൃശ്യങ്ങൾ കാണാനുള്ള സംവിധാനവും ഇത്തരം ക്യാമറകളിലുണ്ടാകും. ട്രയൽ റൺ മന്ത്രി ചെന്നിത്തല വിലയിരുത്തി. ജയിൽ ADGP S. ശ്രീജിത്ത് സന്നിഹിതനായിരുന്നു. പദ്ധതി വിജയകരമാകുമെന്ന പ്രതീക്ഷയിലാണ് ജയിൽ വകുപ്പ്. ഘട്ടം ഘട്ടമായി സംസ്ഥാനത്തെ മറ്റു ജയിലുകളിലേക്കും AI ഡ്രോൺ പദ്ധതി വ്യാപിപ്പിക്കും. TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തതിൽ അസാധാരണത്വമില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. DGPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. വിയൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. DGPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ തീരുമാനമാണ് ഗവൺമെന്റ് ഉത്തരവായി പുറത്തു വരുന്നത്. അതിൽ പ്രത്യേക അസാധാരണമായ ഒന്നുമില്ല.
കുന്നംകുളത്ത് കസ്റ്റഡി മർദ്ദനം സംബന്ധിച്ച് ഒരിക്കൽ നടപടിയെടുത്തതാണ്. കൂടുതൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് ലഭിച്ചാൽ അടുത്ത നടപടിക്രമത്തിലേക്ക് നീങ്ങും. അധികാര ദുർവിനിയോഗവും വഴിവിട്ടുള്ള പ്രവർത്തനവും സർക്കാർ അംഗീകരിക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അധികാര ദുർവിനിയോഗവും അതോടൊപ്പം തന്നെ വെടിവിട്ടുള്ള പ്രവർത്തനവും ആര് ചെയ്താലും അത് അംഗീകരിക്കാൻ സാധ്യമല്ല. TCV തൃശൂർ. ചൂണ്ടലിൽ സെൻസസ് എടുക്കാനെന്ന പേരിൽ വീട്ടിലെത്തിയ യുവാവ് വയോധികയുടെ തല ചുമരിലിടിച്ചതിനു ശേഷം മാല കവർന്നു. ചൂണ്ടൽ സ്വദേശിനി ചാണാശ്ശേരി വീട്ടിൽ തങ്കമണിയുടെ മാലയാണ് കവർന്നത്. സെൻസസ് എടുക്കാനെന്ന പേരിൽ വീട്ടിലെത്തിയ യുവാവ് വെള്ളം ആവശ്യപ്പെടുകയും വെള്ളമെടുക്കാനായി വീടിന്റെ അകത്തേക്ക് പോയ വയോധികയുടെ തല പിടിച്ച് ചുമരിലിടിച്ചതിനു ശേഷം 3 പവനോളം തൂക്കം വരുന്ന മാല പൊട്ടിച്ച് കടന്നുകളയാൻ ശ്രമിക്കുകയുമായിരുന്നു. തുടർന്നുണ്ടായ പിടിവലിയിൽ മാലയുടെ പകുതി മാത്രമാണ് മോഷ്ടാവിന്റെ കയ്യിൽ കിട്ടിയത്. ആക്രമണത്തിൽ തലയ്ക്ക് പരിക്കേറ്റ വയോധികയെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ വിദ്യാർത്ഥി ക്ഷേത്രക്കുളത്തിൽ മുങ്ങി മരിച്ചു. എറിയാട് IHRD കോളേജിന് സമീപം വല്ലത്തുപടി വീട്ടിൽ അഷ്കറിന്റെ മകൻ അഷ്ഫാനാണ് മരിച്ചത്. എടവിലങ്ങ് ശിവകൃഷ്ണപുരം ക്ഷേത്രക്കുളത്തിൽ സുഹൃത്തുക്കളോടൊപ്പം കുളിക്കാനിറങ്ങിയ അഷ്ഫാൻ അപകടത്തിൽപ്പെടുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പടിഞ്ഞാറെ വെമ്പല്ലൂർ MES ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കുന്നംകുളം ചൂണ്ടലിൽ പ്രായപൂർത്തിയാകാത്ത 3 കുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ ട്യൂഷൻ അധ്യാപകൻ അറസ്റ്റിൽ. ചൂണ്ടൽ സ്വദേശി നൌഷാദിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. നൌഷാദിന്റെ വീട്ടിലെ ട്യൂഷൻ സെന്ററിൽ വെച്ചാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് നേരെ പ്രതി ലൈംഗിക അതിക്രമം നടത്തിയത്. കുട്ടികളുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ ബന്ധുക്കൾ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴാണ് പീഡനം പുറത്തറിയുന്നത്. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ SR സനീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. അറിഞ്ഞു, ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിൽ ആദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 ഡേയ്സ് ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ ടുലിപ്സിൽ നിന്ന് നേടൂ 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? Tulips Onam, Cash Prize Onam. Tulips, every beauty solution under a single umbrella. Discover love right go there. La crème de la fraîcheur. French Diary ice creams, a taste factory. പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറലാ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ മന്ദിരം പുതുക്കി നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ ജോലികൾ അന്തിമഘട്ടത്തിൽ. മുഖ്യ കവാടവും അനുബന്ധ കെട്ടിടങ്ങളും ഉടൻ പൊളിച്ചു തുടങ്ങും. യാത്രികർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ 1ാം പ്ലാറ്റ്ഫോമിൽ കൊക്കാല കവാടത്തിലും പടിഞ്ഞാറെ പ്രവേശന കവാടത്തിലും ഓട്ടോമാറ്റിക് ടിക്കറ്റ് വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം റെയിൽവേയുടെ പരിഗണനയിലാണ്. തൃശൂരിലെ 4ാമത്തെ പ്ലാറ്റ്ഫോം നീളം കൂട്ടുന്നതിനുള്ള തുടർ നടപടികൾ ഉടൻ ആരംഭിക്കും. പൂങ്കുന്നം സ്റ്റേഷനിൽ 4 മിനി ഷെൽട്ടറുകൾ കൂടി നിർമ്മിക്കുന്നതിനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ടെന്നും റെയിൽവേ അറിയിച്ചു. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ 2ാം പ്ലാറ്റ്ഫോമിലെ പാതയും 3ാം പ്ലാറ്റ്ഫോമിലെ പാതയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജോലികൾ പുരോഗമിക്കുകയാണെന്നും ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാകുമെന്നും റെയിൽവേ. മരവിപ്പിക്കൽ പിൻവലിച്ചതിനെ തുടർന്ന് വീണ്ടും ആരംഭിച്ച ഗുരുവായൂർ തിരുനാവായ പാതയുടെ റീസർവേ ജോലികൾ പുരോഗമിക്കുകയാണെന്നും റെയിൽവേ വ്യക്തമാക്കി. മുഖ്യമന്ത്രി VD സതീശൻ AICC സെക്രട്ടറി TN പ്രതാപന്റെ വീട്ടിൽ സന്ദർശനം നടത്തി. പട്ടാമ്പിയിലെ പൊതുപരിപാടിക്ക് ശേഷം തിരിച്ചുള്ള യാത്രക്കിടയിലാണ് TN പ്രതാപന്റെ വീട്ടിലെത്തിയത്. അരമണിക്കൂറോളം TN പ്രതാപന്റെ വീട്ടിൽ തങ്ങിയ മുഖ്യമന്ത്രി വീട്ടുകാരുമായും പ്രാദേശിക നേതാക്കളുമായും സൗഹൃദ സംഭാഷണം നടത്തി. VT ബൽറാം MLA, CC ശ്രീകുമാർ, അനിൽ അക്കര, CM നൌഷാദ്, K ദിലീപ് കുമാർ,
പഞ്ചായത്ത് പ്രസിഡന്റുമാരായ രഞ്ജില ഗിരി, പി വിനു, ഷീബ അജയകുമാർ തുടങ്ങിയവർ മുഖ്യമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. വഖഫ് വിഷയത്തിൽ സമസ്തയുടെ ആരോപണത്തിന് മറുപടിയുമായി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ. പണ്ഡിതന്മാരുടെ ആശങ്ക പരിഹരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഒരു വിഷയം നിൽക്കുമ്പോൾ സുപ്രീം കോടതി എന്താണോ പറയുന്നത് അത് വെയിറ്റ് ചെയ്തിട്ട് ആ കാര്യത്തിൽ ഞങ്ങളും തീരുമാനമെടുക്കൂ. കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. ബാബറി വിഷയത്തിൽ ലീഗ് സ്വീകരിച്ച നിലപാടാണ് വഖഫിലും എന്നായിരുന്നു സമസ്തയുടെ വിമർശനം. 65ാമത് സംസ്ഥാനതല സുബ്രതോ കപ്പിന് തൃശൂരിൽ തുടക്കമായി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ ഫുട്ബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, IM വിജയൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, PR ശ്രീജേഷ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള അണ്ടർ 15 ബോയ്സ്, അണ്ടർ 17 ഗേൾസ് ടീമുകളാണ് മത്സരിക്കുന്നത്. ഈ മാസം 28 വരെയാണ് ടൂർണമെന്റ്. എയിംസിനായി സംസ്ഥാന സർക്കാർ സമർപ്പിച്ച സ്ഥലങ്ങളുടെ പട്ടികയിൽ നിന്ന് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് BJP തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന് എയിംസ് ലഭ്യമാക്കുന്ന വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ആവശ്യമായ ഇടപെടൽ നടത്തുന്നില്ലെന്നും തൃശൂർ പാർലമെന്റ് മണ്ഡലത്തെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് തൃശൂർ ജനതയോടുള്ള അവഗണനയും വെല്ലുവിളിയുമാണെന്നും MT രമേശ് പറഞ്ഞു. തൃശൂർ MPയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ വികസന പ്രവർത്തനങ്ങളെ താറടിച്ച് കാണിക്കാനുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് UDF സർക്കാർ ഇത്തരമൊരു നടപടി സ്വീകരിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി സുജയ് സേനൻ, മേഖലാ ജനറൽ സെക്രട്ടറി രവികുമാർ ഉപ്പത്ത്, മുൻ MLA CC മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. വീണ്ടും വാർത്തകളിലേക്ക്. തലൂരിൽ നിർത്തിയിട്ട കാറിലിടിച്ച് നിയന്ത്രണം വിട്ട മറ്റൊരു കാർ തലകീഴായി മറിഞ്ഞു. എറണാകുളം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. 3 സ്ത്രീകൾ ഉൾപ്പെടെ 4 പേരാണ് കാറിലുണ്ടായിരുന്നത്. പരിക്കേറ്റവരെ ഒല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റോഡിലേക്ക് കാർ കയറ്റി പാർക്ക് ചെയ്താണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാർ ചേർന്ന് കാർ ഉയർത്തി മാറ്റിയിട്ട ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കൊണ്ടാഴി ഒറ്റപ്പാലം റോഡിലെ മായന്നൂർ കടവും സമീപത്തുള്ള മായന്നൂർ പാലവും തെരുവ് വിളക്കുകളില്ലാത്തതിനാൽ ഇരുട്ടിൽ. മായന്നൂർ കടവിൽ സ്ഥാപിച്ചിട്ടുള്ള ഹൈമാസ്റ്റ് ലൈറ്റ് തകരാറിലായിട്ട് ദിവസങ്ങളേറെയായി. ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥിതി ചെയ്യുന്ന സെന്ററിലേക്ക് 5 പാതകളാണ് സംഗമിക്കുന്നത്. ഇവിടം വെളിച്ചമില്ലാത്തത് മൂലം അപകട മേഖലയായി തീരുകയും ചെയ്തു.
ഓട്ടോ സ്റ്റാൻഡും 2 ബസ് കാത്തിരിപ്പ് കേന്ദ്രവും ഇവിടെ സമീപത്ത് തന്നെയാണ്. നിരവധി സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. മായന്നൂർ കടവ് കഴിഞ്ഞുള്ള മായന്നൂർ പാലവും ഇരുട്ടിലായിട്ട് ഏറെ നാളുകളായി. മായന്നൂർ ഒറ്റപ്പാലം പാലത്തിലെ റോഡുകളുടെ അവസ്ഥയും ഏറെ പരിതാപകരമാണ്. കുണ്ടും കുഴിയും നിറഞ്ഞ നിലയിലാണ് റോഡ്. കുഴിയിൽ ചാടുന്നത് ഒഴിവാക്കാനായി വാഹനങ്ങൾ ദിശ മാറി സഞ്ചരിക്കാൻ ശ്രമിക്കുമ്പോൾ എതിർദിശയിലെ വാഹനങ്ങളുമായി കൂട്ടിയിടിക്കുന്നത് ഇവിടെ പതിവ് കാഴ്ചയാണ്. മായന്നൂർ കടവ് ഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറ പ്രവർത്തനക്ഷമമല്ലെന്ന് പ്രദേശവാസികൾ കുറ്റപ്പെടുത്തി. മായന്നൂർ പാലത്തിലൂടെയുള്ള ആ ഒരു റോഡുകളുടെ ശോചനീയാവസ്ഥയാണ്. കാരണം കുറച്ച് കാലമായിട്ട് ഈ റോഡ് വളരെ മോശമായിട്ടാണ് കിടക്കുന്നത്. പ്രത്യേകിച്ച് മായന്നൂർ ഭാഗത്ത് നിന്നും ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോകുമ്പോൾ ഇടതുവശത്തെ റോഡുകൾ ഈ തല മുതൽ ആ തല വരെ പൊട്ടിപ്പൊളിഞ്ഞാണ് കിടക്കുന്നത്. ഒപ്പം പാലത്തിലുള്ള ലൈറ്റിൻ്റെ പോരായ്മയും, കാരണം രാത്രി കാലങ്ങളിലുള്ള യാത്രയ്ക്ക് അത് വലിയ തടസ്സം തന്നെയാണ്. അതുപോലെ തന്നെ മായന്നൂർ കടവ് സെൻറ്ററിലുള്ള ഐമാസ് ലൈറ്റിനും അതും തകരാറിലാണ്. അതിൻ്റെയും ഒരു അടിയന്തരമായ ഇടപെടലുകൾ ബന്ധപ്പെട്ട ആളുകളിൽ നിന്നുണ്ടാവണം എന്നാണ് ഈ ഒരു അവസരം പറയാനുള്ളത്. TCV ചേലക്കര. തെങ്ങിൽ നിന്ന് വീണ് കർഷകൻ മരിച്ചു. കരുമത്ര സ്വദേശി 80 വയസ്സുള്ള തോമസ് ആണ് മരിച്ചത്. തെക്കുംകര പഞ്ചായത്തിലെ മികച്ച കർഷകനായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 35 വർഷം കരുമത്ര പാൽ സൊസൈറ്റി പ്രസിഡന്റായും കരുമത്ര വരടൻചിറ പാടശേഖര സമിതി പ്രസിഡന്റായും കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. കാഞ്ഞാണിയിൽ വ്യാജ സ്വർണം കൈവശം വെച്ച് പണം തട്ടാൻ ആസൂത്രണം നടത്തുന്നതിനിടെ 6 അംഗ സംഘത്തെ അന്തിക്കാട് പോലീസും തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തു. തളിക്കുളം സ്വദേശികളായ മുബാറക്, ഷായിർ, അഖിൽ, ജീവൻ, ഗണേശമംഗലം സ്വദേശി PH വിഷ്ണു, തൃത്തല്ലൂർ സ്വദേശി PV വിഷ്ണു എന്നിവരാണ് അറസ്റ്റിലായത്. കാഞ്ഞാണി സിൽവർ ബാറിൽ ഏതാനും പേർ ഒത്തുകൂടിയിട്ടുണ്ടെന്ന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. ഇവരുടെ കാറിൽ നിന്ന് 3 വ്യാജ സ്വർണ്ണ ബിസ്ക്കറ്റുകൾ പിടിച്ചെടുത്തു. അന്തിക്കാട് SI റിജി, സീനിയർ CPO സജു, CPOമാരായ ഗോപകുമാർ, അനൂപ്, ഡാൻസ് ഓഫ് അംഗങ്ങളായ ഷൈൻ, സോണി, കൃഷ്ണദാസ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നത്. ആറ്റൂർ രവിവർമ്മ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ആറ്റൂർ അനുസ്മരണം സംഘടിപ്പിച്ചു. ആറ്റൂർ ഓർമ്മ എന്ന പേരിൽ സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങിൽ കവി K സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. കവിയും സാഹിത്യ നിരൂപകനുമായ കൽപ്പറ്റ നാരായണൻ ആറ്റൂർ അനുസ്മരണം നടത്തി. സംഗീതജ്ഞൻ ശ്രീവത്സൻ J മേനോൻ കേരളത്തിലെ നാടോടി ഈണങ്ങൾ എന്ന വിഷയത്തിൽ സ്മാരക പ്രഭാഷണം നടത്തി. തുടർന്ന് വാൽമുട്ടി പാട്ടുഗ്രാമത്തിലെ ചിറ്റൂർ മോഹനും സംഘവും അവതരിപ്പിച്ച പാണപ്പാട്ടുകൾ അരങ്ങേറി. ഡൽഹിയിലെ പോലീസ് നടപടിക്കെതിരെ INTUC റീജിയണൽ കമ്മിറ്റി തൃശൂർ സെൻട്രൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. INTUC ജില്ലാ ജനറൽ സെക്രട്ടറി VA ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ റീജിയണൽ പ്രസിഡന്റ് K നളിനാക്ഷൻ അധ്യക്ഷത വഹിച്ചു. വിജയൻ പുളിങ്കുഴി, മോഹൻ നടോടി, ജോയ് C ജോസ്, ഫിലോമിന ജോൺസൺ, ഉമാ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡൽഹി ജന്തർ മന്ദിറിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് ഫോറം തൃശൂർ AG's ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. SFI ജില്ലാ സെക്രട്ടറി T അഭിജിത്ത് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ജില്ലാ പ്രസിഡന്റ് CA കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. AKBRF ജില്ലാ സെക്രട്ടറി വിപിൻ ബാബു, സംസ്ഥാന പ്രസിഡന്റ് N സുരേഷ്, ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ജോയിന്റ് സെക്രട്ടറി PH വിനീത തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യുവജനത ഫോർ ഡെമോക്രാറ്റിക് സോഷ്യലിസം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ AG's ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സായാഹ്നം സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PM ഉമേഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് K രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. JDS ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ജോഫി, ജനറൽ സെക്രട്ടറി റീജു ആന്റണി, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജോൺ വാഴപ്പള്ളി, നാരായണൻ നമ്പൂതിരി, CD ഔസേബ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ് അയ്യന്തോൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധ ഐക്യദാർഢ്യ ധർണ സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് S അജി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CT ഷാജി അധ്യക്ഷത വഹിച്ചു. ബാർ കൗൺസിൽ മെമ്പർ അഡ്വക്കേറ്റ് ജോസ് മേച്ചേരി, അഭിഭാഷകരായ PN സുരേഷ്, R മനീഷ്, രശ്മി എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയ ജനതാദൾ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാഹിത്യ അക്കാദമി ജംഗ്ഷനിൽ ഡൽഹി വിദ്യാർത്ഥി സമരത്തിന് പിന്തുണ നൽകി സമരാഗ്നി തെളിയിച്ചു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി കൊണ്ട് മാത്രം രാജ്യത്തിന് രക്ഷയില്ലെന്നും മോദിയുടെ രാജിയാണ് ആവശ്യമെന്നും RJD സെക്രട്ടറി യൂജിൻ മൊറേലി പറഞ്ഞു. ജില്ലാ വൈസ് പ്രസിഡന്റ് PI സൈമൺ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വിൻസെന്റ് പുത്തൂർ, KC വർഗീസ്, കാവ്യ പ്രദീപ്, ഷോബിൻ തോമസ്,
IA റപ്പായി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,230 രൂപ, പവന് 1,05,840 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജയിലുകൾ രാസലഹരിയുടെ കേന്ദ്രങ്ങളായി മാറുന്നതിനെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സുരക്ഷ ശക്തിപ്പെടുത്താൻ ജയിലുകളിൽ AI ഡ്രോൺ നിരീക്ഷണം ഏർപ്പെടുത്തുമെന്നും ആഭ്യന്തരമന്ത്രി. ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തതിൽ അസാധാരണത്വമില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സസ്പെൻഷൻ DGPയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്നും ആഭ്യന്തരമന്ത്രി. ചൂണ്ടലിൽ സെൻസസ് എടുക്കാനെന്ന വ്യാജേന വീട്ടിലെത്തിയ യുവാവ് വയോധികയെ ആക്രമിച്ച് മാല കവർന്നു. ചൂണ്ടൽ സ്വദേശിനി തങ്കമണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തല ഭിത്തിയിലിടിച്ചാണ് പരിക്കേൽപ്പിച്ചത്. കൊടുങ്ങല്ലൂർ അടവിലങ്ങൽ വിദ്യാർത്ഥി ക്ഷേത്രക്കുളത്തിൽ മുങ്ങി മരിച്ചു. എറിയാട് സ്വദേശി അഷ്ഫാനാണ് മരിച്ചത്. അപകടം സുഹൃത്തുക്കൾക്കൊപ്പം കുളത്തിൽ കുളിക്കുന്നതിനിടെ. ചൂണ്ടലിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ ട്യൂഷൻ അധ്യാപകൻ അറസ്റ്റിൽ. ചൂണ്ടൽ സ്വദേശി നൌഷാദിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ മന്ദിരം പുതുക്കി നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ ജോലികൾ അന്തിമഘട്ടത്തിൽ. മുഖ്യ കവാടവും അനുബന്ധ കെട്ടിടങ്ങളും ഉടൻ പൊളിക്കും. ഇതോടെ വാർത്ത വെളിച്ചം പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.